ഹലോ. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഡേ സ്റ്റാർട്ട് ചെയ്താലോ? സെക്കൻഡ് ഡേ നമ്മളൊരു 8 മണി 8:30 ആയപ്പോഴത്തേക്കും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ടൈം 8:30ആണ്. അപ്പം ആ സമയമായപ്പോഴത്തേക്കും നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് താഴോട്ട് വന്നു. ഫുഡൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ ഫസ്റ്റ് ഒന്ന് നോക്കിയതിന് ശേഷം ഫുഡ് കഴിച്ചു. അപ്പോൾ നമ്മൾ തലേ ദിവസം തന്നെ നമ്മളവിടെ മൈതാൻ സെൻറ്ററിൽ പോയപ്പം WST ടൂർസ് ആൻഡ് ടിക്കറ്റ് എന്ന് പറയുന്ന ഒരു ടീമിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ ഒരു പാക്കേജ് എടുത്തിട്ടുണ്ടായിരുന്നു. അടുത്ത നെക്സ്റ്റ് ഡേയിലോട്ട് എങ്ങോട്ട് പോകണമെന്ന് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് അപ്പോൾ അവരുടെ കയ്യിൽ നിന്നൊരു പാക്കേജ് എടുത്തു. അപ്പോൾ അവരുടെ പാക്കേജിൽ വരുന്ന ഓൾഡ് ക്യാപിറ്റൽ മഷ്കന്ത ഏരിയയിൽ ഫുൾ ഹാഫ് ഡേ ടൂറും പിന്നെ അവരുടെ റെഡ് ബസ് ഉണ്ട്, സിറ്റി ഫുൾ നമുക്ക് കറങ്ങി കാണാനായിട്ടുള്ള. അപ്പോൾ അത് രണ്ടും കൂടെ പെർ പേഴ്സണ് 110 ജെല്ലിനാണ് നമ്മളെടുത്തത്. കുഞ്ഞിന് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടില്ലായിരുന്നു. അപ്പം ഇതിപ്പോൾ മൈതാൻ സെൻറ്ററിൽ നമ്മൾ നടന്നു, ഫുഡെല്ലാം കഴിച്ചിട്ട് മൈതാൻ സെൻറ്ററിലോട്ട് നടന്നു വന്നു. മൈതാൻ സെൻറ്ററിലോട്ട് വരാൻ കുറച്ച് ദൂരമേ ഉള്ളായിരുന്നു നമ്മളെ ഹോട്ടലിൽ നിന്ന്. അപ്പം നമ്മൾ പതിയെ നടന്നു വന്ന് 10 മണിയായപ്പോഴത്തേക്കും നമ്മൾ ട്രാവൽ സ്റ്റാർട്ട് ചെയ്തു. ഇത് 10 to 3 PM വരെ ഉണ്ടായിരുന്നു. ഒരു ഹാഫ് ഡേ ആണ് എടുത്തത്. അപ്പം ആ ഓൾഡ് സിറ്റി ഏരിയാസ് എല്ലാം കൂടി കവർ ചെയ്തിട്ട് അപ്പം നമുക്കൊരു ഗൈഡുണ്ട്. അപ്പം പോകുന്ന വഴിയിൽ തന്നെ നമ്മൾ ഗൈഡ് നമുക്കെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരുമായിരുന്നു. ഇതാണ് നമ്മൾ ഈ ടിബിലിസിയിൽ വന്നു കഴിഞ്ഞാൽ മിക്കപ്പോഴും നമ്മൾ ഈ ഒരു ഏരിയ ഇങ്ങനെ ഈ റൗണ്ട് ബോട്ട് നമ്മളെപ്പോഴും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഇത് ലിബർട്ടി സ്ക്വയർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോ പ്രധാനപ്പെട്ട എല്ലാ ബിൽഡിങ്ങുകളെ പറ്റിയും ഗൈഡിങ്ങനെ നമുക്ക് വണ്ടിയിലുള്ള അത്രയും ആൾക്കാരുടെ ലാംഗ്വേജിൽ ഡിഫറെൻ്റ് ആയിട്ട് അവരിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മളപ്പോൾ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പൊയ്ക്കൊണ്ടേയിരുന്നു. ഇപ്പം നമ്മൾ കൂടുതലും വിസിറ്റ് ചെയ്യുന്നത് ഇവിടെ കൂടുതലുള്ളത് എല്ലാം ക്രിസ്ത്യൻസ് വലിയ വലിയ പള്ളികളാണ്. അപ്പോൾ അതും ഭയങ്കരമായിട്ട് പഴക്കം ചെന്നിട്ടുള്ള ഒരു അയാളുടെ ഏരിയയിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശമൊക്കെ എത്താറായിട്ടുണ്ട്. അപ്പം ഈ സ്ഥലത്തിൻ്റെ ഈ ഒരു പള്ളി ഭയങ്കരമായിട്ട് പഴക്കം ചെന്നതാണ്. അപ്പോൾ അതിൻ്റെ പേര് ജാൻവാരി മൊണാസ്ട്രി എന്നാണ്. പ്രൊനൗൺസ് ചെയ്യുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഗൈഡിങ്ങനെ നമ്മൾ ആദ്യം കൊണ്ടുപോയി ഒരു ഏരിയയിൽ നിർത്തിയിട്ട് ഈ ഫുൾ ഇതിൻ്റെ കഥകളെല്ലാം നമുക്ക് പറഞ്ഞു തരും. അതിന് ശേഷം അവരൊരു സ്പെസിഫിക് ടൈം തരും. നമ്മൾ ടൈം ലിമിറ്റിനുള്ളിൽ പോയി കണ്ടിട്ട് വരണം. ഈ ഒരു റിവർ ഇങ്ങനെ ഡിഫറെൻറ്റ് കളറിലായിട്ട് ലിങ്ക് ചെയ്യുന്നതെന്ന് പറയുന്നത് ഈ ഒരു വ്യൂവിന് പറയുന്നത് മസ്കന്ത ഫ്രം ജവാരി എന്ന് പറയുന്ന നമ്മൾ നിൽക്കുന്ന ജവാരി ഹിൽ എന്ന് പറയുന്ന ആ ഒരു ഏരിയയിലാണ്. അപ്പോൾ ദൂരോട്ട് മഞ്ഞുമലകളൊക്കെ കാണാൻ പറ്റും. അതൊക്കെ ഭയങ്കര വഴക്കം ചെന്നിട്ടുള്ള ബിൽഡിങ്ങുകളാണ്. നല്ല ഇതിൻ്റെ മുകളിൽ ഇച്ചിരി ഹിൽ ഏരിയ ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പും നല്ല കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു. കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ സമയത്ത് നമ്മൾ തിരിച്ച് വരണമല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് പെട്ടെന്ന് തന്നെ എല്ലായിടമൊക്കെ ഒന്ന് ഓടിക്കണ്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ താഴോട്ട് തിരിച്ച് വണ്ടിയിലോട്ട് കയറാൻ പോകുമ്പോൾ അതിന് താഴെ തന്നെ കുറച്ച് കുതിര സവാരി ഏരിയസ് ഉണ്ട്. പിന്നെ സാധനങ്ങൾ അവിടെ ജോർജിയൻസ് ഉപയോഗിക്കുന്ന ഡ്രസ്സുകൾ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കണ്ടിട്ട് നമ്മൾ അടുത്തൊരു ഇതുപോലുള്ള മെയിനായിട്ടുള്ളൊരു ചർച്ച് അങ്ങോട്ട് പോയി. അവിടെ നമ്മളിതുപോലെ അത് നല്ല പഴക്കം ചെന്നിട്ടുള്ള ഒരു ചർച്ചായിരുന്നു. നമ്മൾ ചെന്ന സമയത്ത് അതിനകത്ത് പ്രാർത്ഥനയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതെല്ലാം കാണാനും അറ്റൻഡ് ചെയ്യാനൊക്കെ പറ്റി. പക്ഷേ അതിനകത്ത് വീഡിയോസൊന്നും അലൗഡ് അല്ലായിരുന്നു. പിന്നെ വീഡിയോസ് എടുക്കുന്നവർ ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷേ ഞാൻ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. പിന്നെ പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഓരോ ചെടികളും കാണാൻ ഓരോ ഭംഗിയാണ്, ഭയങ്കര രസമാണ്. എല്ലാം നല്ല വെറൈറ്റിയാണ്, നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്തത് ആയിട്ടുള്ള പല ടൈപ്പ് ചെടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അതിൻ്റെ സ്ഥലമെല്ലാം കണ്ടതിന് ശേഷം നമ്മളിനി അടുത്ത് ഓൾഡ് സിറ്റി ഏരിയയിൽ വേറൊരു ചർച്ചും ഈ ഒരു ഭാഗത്ത് ഈ ഒരു പാക്കേജിൽ തന്നെ നമുക്ക് ഈ സിറ്റി വ്യൂവും അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് വൈൻ ടേസ്റ്റിങ്ങും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അടുത്തൊരു ആ ഒരു ഏരിയയിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇതും ഒരു മെയിനായിട്ടുള്ളൊരു ചർച്ചാണ്. പക്ഷേ നമ്മൾ ചെന്ന സമയത്ത് ഇവിടെ പ്രാർത്ഥന നടക്കുന്നത് കൊണ്ടിട്ട് തന്നെ പുറത്തുനിന്നുള്ള ടൂറിസ്റ്റിനെ അവർ അകത്ത് കയറ്റത്തില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെന്ന് കണ്ടതിന് ശേഷം പിന്നെ നമ്മൾ വൈൻ ടെസ്റ്റിങ്ങിനായിട്ടാണ് പോയത്. നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും മുകളിലായിട്ട് അങ്ങ് ദൂരമായിട്ട് നമ്മൾ ഫസ്റ്റ് പോയ ചർച്ചൊക്കെ കാണാൻ പറ്റും. നമ്മൾ അവിടെ നിന്ന് അത്രയും ദൂരത്തിലാണ് നമ്മൾ ഇനി അടുത്ത വൈൻ ടേസ്റ്റ് ചെയ്യാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്ന് പോകുന്ന വഴിയിൽ സൈഡിലൊക്കെ ഇഷ്ടംപോലെ കടകളൊക്കെ ഉണ്ട്. ചെറിയ ചെറിയ കടകളാണ്. അപ്പം അവിടെ നമ്മുടെ ജോർജിയൻ ഒതൻറ്റിക് ആയിട്ടുള്ള ഫ്രൂട്ട്സും പിന്നെ സ്വീറ്റ് ഐറ്റംസും പിന്നെ അവർ തന്നെ ഉണ്ടാക്കുന്ന കുറേ ക്രാഫ്റ്റ് ഡ്രസ്സുകളും സുവനീഴ്സും ഒക്കെ
ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ പോയ യാത്രയിൽ നമ്മൾ ഇത്രയും സ്ഥലങ്ങളിൽ പോയാൽ ഏറ്റവും റേറ്റ് കുറവായിട്ട് ഈ സ്വീറ്റ്സൊക്കെ വാങ്ങാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു സ്ഥലം. നിങ്ങൾ ഇൻ കേസ് പോവുകയാണെങ്കിൽ ഇവിടെ പോകുമ്പോഴത്തേക്കും സ്വീറ്റ് തോനെയൊക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങുന്നതായിരിക്കും നമുക്ക് നല്ല ലാഭം കേട്ടോ. നമുക്ക് ലാസ്റ്റാണത് മനസ്സിലായത്. നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ വൈൻ കഴിക്കാനായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കണം. പോയ വഴിയിൽ ഇങ്ങനെ കുറച്ച് റോസസൊക്കെ കണ്ടതും വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ നാട്ടിലൊന്നും കാണാത്ത തരത്തിലുള്ളത് കണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവരിങ്ങനെ ഒരു ഒതൻറ്റിക്കായിട്ട് വൈൻ ഉണ്ടാക്കുന്ന ഒരു ഏരിയയിൽ കൊണ്ടുപോയി. ഭയങ്കര പഴക്കം ചെന്നിട്ടുള്ളതാണ്. അപ്പോൾ അത് ഭയങ്കര കുഴിയാണ് താഴോട്ടൊക്കെ. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. എന്നിട്ട് ഇവിടെ നമുക്ക് വീര്യം കൂടിയതും ഉണ്ട്, വീര്യം കുറഞ്ഞതും ഉണ്ട്. അപ്പോൾ നമുക്ക് ജോർജിയ എന്ന് പറയുന്ന ഒരു സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വൈൻ ഐറ്റംസുകളെല്ലാം നമുക്ക് എവിടെയും നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഇഷ്ടംപോലെ ടേസ്റ്റ് ട്രൈ ചെയ്യാൻ പറ്റും. അതും പല വെറൈറ്റി ആയിട്ടുള്ളത്, വീര്യം കൂടിയതും കുറഞ്ഞതുമായിട്ടുള്ള പല വെറൈറ്റി നമുക്ക് ടേസ്റ്റ് ചെയ്യാനൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അവരിങ്ങനെ അതിനെക്കുറിച്ചെല്ലാം പറഞ്ഞു തന്നു. ഭയങ്കര പഴക്കം ചെന്നിട്ടുള്ളതാണ്. എന്തായാലും അതൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ നമ്മൾ വൈൻ ടേസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ സൈഡിൽ തന്നെ നദിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ അവിടെയൊക്കെ നിന്ന് എടുത്ത് അതിന് ശേഷം വീണ്ടും നമ്മൾ തിരിച്ച് നമുക്ക് ആദ്യം ഫസ്റ്റ് കയറാൻ പറ്റാത്ത ആ പള്ളിയിലോട്ട് അങ്ങോട്ട് നടന്നു പോവുകയായിരുന്നു. അപ്പോൾ ഇവിടെ ഹോഴ്സ് റൈഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഹോഴ്സ് റൈഡിങ്ങൊക്കെ നമ്മൾ ചോദിച്ചപ്പോൾ റേറ്റ് ഭയങ്കര കൂടുതലായിട്ടാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതൊന്നും നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടതേ ഉള്ളൂ. എന്നിട്ട് പിന്നെ നമുക്ക് കുറച്ച് സമയം ഒരു ഹാഫ് ആൻ അവർ നമുക്ക് പർച്ചേസിങ്ങിനായിട്ട് ടൈം തരുമായിരുന്നു. അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ പോയിട്ട് സാധനങ്ങൾ കുറച്ചൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്നാണ് നമ്മൾ വൈൻ ഐസ്ക്രീമും ടേസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ സ്ഥലങ്ങളിൽ നമുക്ക് വൈൻ ഐസ്ക്രീം ടേസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ സ്വീറ്റിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇത് നമുക്ക് ഒരു പീസിന് 2 ജെല്ലിന് നമുക്ക് കിട്ടും കേട്ടോ. അങ്ങനെ നമ്മൾ അത് വാങ്ങിയതിന് ശേഷം വൈൻ ഐസ്ക്രീം ടേസ്റ്റ് ചെയ്യാനായിട്ട് ഒരെണ്ണം വാങ്ങി. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമുക്ക് വൈനിൻ്റെ ആ ഒരു കുത്തൽ നമുക്ക് ഫീൽ ചെയ്യുമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതാണ് ഈ ഒരു ഓൾഡ് സിറ്റി ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നീണ്ട് കിടപ്പുണ്ട്. സൈഡിലെല്ലാം ഫുള്ള് കടകളാണ്. ഇഷ്ടംപോലെ സൂവിനിയർ കടയിൽ ചെന്നിട്ട് കണ്ണ് തള്ളിയൊരവസ്ഥയായിരുന്നു. ഏതെടുക്കട്ടെ എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ ഇവിടെ നിന്നും നമ്മൾ കുറേ സുവനീഴ്സ് തോനെ വാങ്ങുമ്പോൾ നമുക്ക് അവർ ഭയങ്കര ലാഭത്തിന് തന്നു. ഈ ഒരു ഏരിയയിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഇവിടെ നിന്ന് തന്നെ ഗിഫ്റ്റ് ഐറ്റംസ് എല്ലാം വാങ്ങാനായിട്ട് നോക്കണം. കാരണം നമുക്ക് നല്ല ലാഭത്തിന് എല്ലാം വാങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് വാങ്ങിയിട്ട് പിന്നെ വേറെ എവിടെയെങ്കിലും ലാഭത്തിന് കിട്ടുമോ എന്ന് കരുതിയിട്ട് നമ്മൾ വാങ്ങിയില്ല. പിന്നെയാണ് നമുക്ക് അവസാനമാണ് മനസ്സിലായത് ഈ ഏരിയയിലാണ് ഏറ്റവും കുറവ് കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ നടന്ന് പോകുന്ന വഴി സൈഡുകളിലെല്ലാം ഇതുപോലെ സെയിം കുറേ ഡ്രൈ ഫ്രൂട്ട്സ്, പിന്നെ ഫ്രൂട്ട്സ്, നമ്മളിത് ഈ ഒരു ചിമ്മിനി ഇങ്ങനെ ഉണ്ടാക്കുന്നതിൻ്റെ പേര് എനിക്കറിയില്ല. എന്തായാലും നമ്മൾ ഇതും വാങ്ങി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അകത്ത് ചോക്ലേറ്റൊക്കെ പുരട്ടിയിട്ട് അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അരമണിക്കൂർ എന്നൊക്കെ പറയുന്നത് വളരെ പെട്ടെന്ന് അങ്ങ് പോകും. അപ്പം അവർ പറഞ്ഞ ടൈം മിസ്സാക്കണമെന്ന് പറഞ്ഞ് തിരിച്ച് വന്നിട്ട് നമ്മൾ പള്ളീനകത്ത് കയറി. ഇതൊക്കെ ഭയങ്കര പഴക്കം ചെന്നിട്ടുള്ളതാണ്. ഭയങ്കര സ്പെഷ്യലാണ് ഇതിനകം. കയറി കാണാൻ ഭയങ്കര രസമായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് സെയിം സ്ഥലത്ത് തന്നെ അവർ ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ എത്തിയപ്പോൾ തന്നെ ഒരു 3 മണിയോളം ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങി മൈതാൻ സെൻറ്ററിൽ ഇറങ്ങിയിട്ട് ജസ്റ്റ് ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോഴത്തേക്കും ടിബ്ലിസി ഇസ്താൻബുൾ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ് കൊള്ളാമെന്നുണ്ട്. അപ്പോൾ അവിടെ വന്നിട്ട് നമ്മൾ ഈ ഫുഡ് കഴിച്ചത്. അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത് തന്നെ ആയിട്ടാണ് ഈ ഒരു ഏരിയ വരുന്നത്. ഇതെന്ന് പറയുന്നത് ഈ മൊറോക്കൻ ബാത്തിൻ്റെ ഒരു ഏരിയയാണ്. ഇവിടെ ടിബ്ലിസിയിൽ അല്ലെങ്കിൽ ജോർജിയയിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ മൊറോക്കൻ ബാത്ത് എന്നുള്ളത്. അതായത് നമ്മുടെ ഹോട്ട് വാട്ടറിൽ കുളിക്കുന്നത്. അപ്പം ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഏരിയയാണ്. അപ്പം നമ്മൾ ജസ്റ്റ് ആ ഒരു ഏരിയ ഒന്ന് കാണാനും, അപ്പം ഇതിനടുത്തായിട്ട് തന്നെയാണ് നമ്മുടെ ബ്രിഡ്ജ് ഓഫ് ലവ് എന്ന് പറയുന്നത്. അപ്പം അതുകൂടെ കണ്ടിട്ട് നമുക്ക് പോകാമെന്ന് കരുതി. എല്ലാം ഈ ഒരു മൈതാൻ ബസാർ നമ്മുടെ ടിബ്ലിസി മെയിൻ സിറ്റി ഏരിയയിലായിട്ടാണ്. അപ്പോൾ എല്ലാം നടന്ന് നമുക്ക് പോകാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നടന്ന് തന്നെയാണ് വന്നത് കേട്ടോ. അപ്പം ഇതാണ് ആ ഒരു നദി. അപ്പം ഇവിടെ ഇങ്ങനെ ലോക്കറ്റൊക്കെ നമുക്ക് ഈ ഒരു ബ്രിഡ്ജിൽ നമുക്ക് ലോക്കറ്റെല്ലാം പേരൊക്കെ എഴുതിയിടാം. അപ്പോൾ അതൊക്കെ വിൽക്കാനായിട്ട് അവിടെ ആൾക്കാരുണ്ടായിരുന്നു. നമ്മൾ അതൊന്നും വാങ്ങിയില്ല.
അതിനൊക്കെ കുറച്ച് റേറ്റ് അവർ എക്സ്ട്രാ ചാർജ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ചെയ്യില്ല, ജസ്റ്റ് സ്ഥലം ഒന്ന് കണ്ടു. പിന്നെ മൊറോക്കൻ ബാത്തിൻ്റെ ആ ഒരു ബിൽഡിങ്ങൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് തിരിച്ചു പോകാമെന്ന് കരുതി ജസ്റ്റ് ഇതിങ്ങനെ ഒന്ന് കയറി കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. അങ്ങനെ ആ ഒരു ഏരിയയും ഇതും നമ്മുടെ ലിസ്റ്റിലുള്ളൊരു ഡെസ്റ്റിനേഷനായിരുന്നു. അപ്പോൾ ആ ഒരു ഏരിയയൊക്കെ ഫുള്ളൊന്ന് കണ്ടതിന് ശേഷം അപ്പോൾ ഇപ്പോൾ ഒരു വൈകിട്ട് ഈവനിങ് ഒരു 4:30 ബസ്, റെഡ് ബസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പം ആ ഒരു ടൈമിൽ നമുക്ക് പോകുന്നത്. അപ്പം വലിയ ചൂടുമില്ല, എന്നാൽ ക്ലൈമറ്റ് ഓക്കെയാണ്. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി ഫുൾ സിറ്റി വ്യൂ. അപ്പം നമുക്ക് ബസ്സിൽ ഹെഡ്സെറ്റ് കിട്ടും. അപ്പം നമുക്ക് അവരിങ്ങനെ സിറ്റിയിൽ ഓരോ സ്ഥലങ്ങളെ കുറിച്ചിട്ടും അവരിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്കതിൽ ലാംഗ്വേജ് ചൂസ് ചെയ്യാം. അപ്പം ചൂസ് ചെയ്തിട്ട് നമുക്കത് കേട്ടുകൊണ്ടിരിക്കാം. പോകുന്ന വഴിയിലുള്ള എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഓരോ ബിൽഡിങ്ങിനെ പറ്റിയും ഒക്കെ വളരെ വിശദമായിട്ട് തന്നെ അതിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അടുത്ത ടൈം ഇങ്ങനെ ലിബർട്ടി സ്ക്വയർ ഇങ്ങനെ കറങ്ങി അത് ഒരു മെയിനായിട്ടുള്ളൊരു ഏരിയയാണ്. അപ്പോൾ നിങ്ങൾ ജോർജിയ പോകുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും ടൈം ഉണ്ടെങ്കിൽ ഈ ഒരു റെഡ് ബസ്സിൽ യാത്ര ഉറപ്പായിട്ടും ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ ഒരു ഫുൾ സിറ്റി വ്യൂ അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് നമ്മൾ ഇത്ര ഉയരത്തിലിരുന്ന് നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഓരോ ബിൽഡിങ്ങുകളും ഒക്കെ വളരെ രസമായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. നമുക്കിപ്പോൾ നമ്മളിപ്പം രാവിലെയും ഒരു വട്ടത്തിൽ വ്യൂ ഉണ്ട്. നമ്മൾ നൈറ്റും കയറിയായിരുന്നു. സെയിം ടിക്കറ്റ് തന്നെ നമുക്ക് നൈറ്റും വേറൊരു ദിവസം നമ്മൾ കയറിയായിരുന്നു. അപ്പോൾ നമുക്ക് നൈറ്റ് വ്യൂവും അടിപൊളിയായിട്ട് ആസ്വദിക്കാൻ പറ്റും. അതുപോലെയുള്ള ഈ സൺലൈറ്റിലുള്ള വ്യൂവും ആസ്വദിക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മളിങ്ങനെ ഫുള്ള് കറങ്ങിയാൽ നമുക്കിപ്പോൾ ഈ ഒരു ബസ്സിൽ നമുക്ക് ഓരോ സ്ഥലത്ത് ഓരോ സ്റ്റോപ്പുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് അടുത്ത ബസ് വരുമ്പോഴത്തേക്ക് അതിൽ കയറിയാൽ മതി. സെയിം ടിക്കറ്റ് തന്നെയാണ്, നമ്മൾ എക്സ്ട്രാ പൈസ ഒന്നും കൊടുക്കണ്ട. അപ്പോൾ നമുക്ക് ആ ഓരോ ഏരിയയും നമുക്ക് സ്വയം കറങ്ങി കണ്ടിട്ട് തിരിച്ചടുത്ത് ഈ റെഡ് ബസ് വരുമ്പോൾ അതിൽ കയറാം. നമ്മുടെ പീസ് ഓഫ് ബ്രിഡ്ജിൻ്റെ സൈഡ് വഴി നമ്മളുടെ മൈതാൻ സെൻറ്ററിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ലാസ്റ്റ് സ്റ്റോപ്പ്. ഇവിടെ നമ്മൾ കഴിഞ്ഞു. നമുക്ക് വീണ്ടും കറങ്ങി കാണണമെങ്കിൽ ഓരോ സ്റ്റോപ്പിൽ നമുക്ക് ഓരോ സ്ഥലത്ത് നമുക്ക് ഇറങ്ങി കയറിയിട്ട് വീണ്ടും കയറാം. അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് സിറ്റി ടൂർ ചെയ്യാൻ പറ്റുന്നൊരു അടിപൊളിയായിട്ടുള്ളൊരു കാര്യമാണ് ഈ റെഡ് ബസ് എന്ന് പറയുന്നത്. നമ്മളിവിടെ ഇറങ്ങി ഇനി അടുത്ത് നമ്മൾ പോകുന്നത് ഇവിടെ ജോർജിയ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാ മെയിൻ പിക്ചേഴ്സിലും ഉണ്ടാകുന്ന ഒരു ഇതാണ് ഈ ഹോളി ട്രിനിറ്റി കാത്തലിക്. അപ്പം അവിടേക്കാണ് പോകുന്നത്. നമ്മൾ താമസിക്കുന്നത് നമ്മുടെ ഓർഡൻ ഹോട്ടൽ ഈ ഒരു പള്ളിയുമായിട്ട് ചർച്ചുമായിട്ട് ഒരു 100 മീറ്റേഴ്സിൻ്റെ ദൂരമേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ നമുക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെ അവിടെ പോയി ചെന്ന് നടന്ന് നോക്കിയതിന് ശേഷമാണ് നമുക്ക് മനസ്സിലായത്. അത്രയ്ക്ക് വളരെ അടുത്താണ്. ഭയങ്കര വലിയൊരു പള്ളിയാണ്, ഭയങ്കര വലുതാണ്, കാണാൻ നല്ല ഭംഗിയാണ്. കുറേ പുറത്തുനിന്നുള്ള വ്യൂ ആണെങ്കിലും അകത്താണെങ്കിലും ഭയങ്കര വ്യൂ ആണ്. പിന്നെ ഈ വെള്ളം കുടിക്കുന്നുണ്ടോ, അതിങ്ങനെ ഫ്രീ ആയിട്ട് അതിൽ എപ്പോഴും ഇങ്ങനെ വെള്ളം പൊയ്ക്കൊണ്ടിരിക്കും. നമുക്ക് കുടിക്കാൻ ശുദ്ധജലമാണ്, നമുക്ക് കുടിക്കാൻ പറ്റും. എല്ലാവരും നമുക്ക് കുപ്പിയിൽ വന്ന് എടുക്കുന്നതുണ്ടായിരുന്നു, അല്ലാതെ എല്ലാവരും വന്ന് കുടിക്കുന്നതുണ്ടായിരുന്നു. അപ്പം അത് ഭയങ്കര നല്ല രസമാണ്. നമുക്ക് കുറേ നേരം ഇവിടെ വെറുതെ ഇങ്ങനെ ഇരിക്കാനായിട്ട് തോന്നും. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാലും ഉള്ള വ്യൂവും നമുക്ക് കുറേ കവർ ചെയ്തിട്ട് ടിബ്ലിസി സിറ്റി നമുക്ക് കാണാനായിട്ട് പറ്റും. നല്ല രസമുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ കുട്ടി ഫോട്ടോഗ്രാഫറിൻ്റെ കുറച്ച് വേലത്തരങ്ങളാണ്, ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള വേലത്തരങ്ങളൊക്കെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നിൽക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫോട്ടോ എടുപ്പും വീഡിയോ എടുപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഷവർമ്മ കഴിക്കാനായിട്ട്, അത് ഞാനൊരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് ഇവിടെ ഒരു ഫേമസ് ആയിട്ടൊരു ഷവർമ്മ ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങോട്ട് പോയേക്കാണ്. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ നിന്നിട്ടുള്ള വ്യൂ ആണ് കേട്ടോ. ഇത്രയും ദൂരത്തുനിന്ന് നമ്മളിപ്പോൾ ആ കടയുടെ അവിടെ നിൽക്കുന്നത്. നമ്മുടെ ഈ ഒരു ഷോപ്പും നമ്മുടെ ഹോട്ടലിന് വളരെ അടുത്ത് തന്നെയാണ്. ജസ്റ്റ് ഒന്ന് നടന്ന് ഇറങ്ങി വരുമ്പോഴത്തേക്കും ഈ ഒരു ന്യൂ ഹോട്ടൽ റോയൽ എന്ന് പറയുന്നതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഈ ഒരു ചെറിയ കടയ്ക്ക് പ്രത്യേകിച്ച് പേരും കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു സൈഡിലായിട്ട് വരും. അപ്പോൾ ഇവിടെ നമുക്ക് പോർക്കിൻ്റെ ഷവർമ്മയുണ്ട്, ചിക്കൻ ഷവർമ്മയുണ്ട്. നമ്മൾ പോർക്ക് വാങ്ങാൻ റിസ്ക് എടുത്തില്ല, ചിക്കൻ ഷവർമ്മയാണ് വാങ്ങിയത്. ചിക്കൻ ഷവർമ്മ സ്മോളും ഉണ്ട് ലാർജും ഉണ്ട്. 10 ജെല്ലും ഉണ്ട്, 15 ജെല്ലും. നമ്മൾ 10 ജെല്ലിൻ്റെതാണ് വാങ്ങിയത്. അത് കാരണം ഭയങ്കര വലിയൊരു പോർഷനുണ്ട്. അപ്പോൾ നമ്മൾ അതും കഴിച്ചു.
ഒരു വേറൊരു വെറൈറ്റി ടേസ്റ്റാണ്, നമുക്കെന്തായാലും ഫില്ലാവും. അപ്പോൾ അതും കഴിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ നടന്ന് കുറച്ച് ജസ്റ്റ് ഒന്ന് രാത്രി വ്യൂ എങ്ങനെയൊക്കെയാണെന്നൊന്ന് കാണാം എന്നും പറഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വീണ്ടും ഒന്ന് മൈതാൻ സെൻറ്ററിലോട്ട് നടക്കാം എന്നും പറഞ്ഞ് നടന്നിറങ്ങിയതാണ്. അപ്പം ഇങ്ങനെ പോകുന്ന വഴിയിൽ ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ ബോർഡുകളുണ്ട്, ഓരോ സൈഡ് ടൂറിൻ്റെ എല്ലാം. അപ്പം അവിടെ വെച്ചിട്ട് നമ്മൾ അടുത്ത ദിവസത്തേക്കുള്ളൊരു പാക്കേജ് ഫിക്സ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇന്ന് നമുക്ക് മൈതാൻ ബസാറും കൂടെ ഒന്ന് കണ്ടേക്കാം. അപ്പോൾ ഇന്നത്തെ ദിവസം ഫുൾ ലിസ്റ്റ് ഫില്ലാവും നമ്മൾ പ്ലാൻ ചെയ്തതുപോലെയെല്ലാം. അങ്ങനെ നമ്മൾ മൈതാൻ ബസാറിലോട്ട് എത്തി. മൈതാൻ ബസാറിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്കും മൈതാൻ സെൻറ്ററിൻ്റെ താഴ്ഭാഗത്താണ് ഈ മൈതാൻ ബസാർ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ജസ്റ്റ് കാണാനായിട്ട് താഴോട്ട് ഇറങ്ങി. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഫുൾ പഴയ കുറേ ജോർജിയൻസിൻ്റെ തന്നെ കുറേ സാധനങ്ങൾ, കലാപരമായിട്ടുള്ളതും അല്ലാത്തതും പിന്നെ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള സ്വീറ്റ്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. പക്ഷേ അതൊക്കെ നല്ല എക്സ്പെൻസീവാണ് കമ്പാരിറ്റീവ്ലി. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കാഴ്ചകളെല്ലാം കണ്ട് പോകാൻ തന്നെ നല്ല രസമുണ്ട്. കുറേ നീളത്തിനുള്ളൊരു പാത്ത് വേ ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ നടന്ന് പോകാനായിട്ട് നല്ല രസമുണ്ട്. അങ്ങനെ നമ്മളതെല്ലാം കണ്ടു. ഓപ്പോസിറ്റ് സൈഡിൽ ചെന്ന് കയറി. അപ്പം നമ്മളൊരു യൂട്യൂബ് വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് നമുക്ക് വൈൻ ഐസ്ക്രീം കിട്ടുമെന്ന്. പക്ഷേ അന്നത്തെ ദിവസം നമ്മൾ താമസിച്ചത് കൊണ്ടിട്ടാണോ എന്നറിയില്ല, ഇവിടെ വൈൻ ഐസ്ക്രീം ഇല്ലായിരുന്നു. അപ്പോൾ ഭാഗ്യത്തിന് എന്തായാലും നമ്മൾ ഓൾഡ് സിറ്റിയിൽ പോയപ്പോഴത്തേക്കും അവിടെ നിന്ന് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇഷ്ടംപോലെ വെറൈറ്റി കുപ്പീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ സെക്കൻഡ് ഡേയിലെ കാഴ്ചകളും ഓൾമോസ്റ്റ് കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം മൈതാൻ ബസാറിൻ്റെ സൈഡെത്തി, ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. നമ്മൾ ഈ കാണുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, ഇതിൻ്റെ അടിയിലായിട്ടാണ് മൈതാൻ ബസാറുള്ളത്. ആ സൈഡിൽ അവിടെ നിന്നായിരുന്നു നമ്മൾ താഴോട്ട് ഇറങ്ങിയത്. അപ്പം അതിൻ്റെ റോഡിൻ്റെ സൈഡിലായിട്ട് ആൾക്കാർ പാട്ടൊക്കെ പാടിയിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ കാഴ്ചകളൊക്കെ കുറച്ച് കണ്ടിട്ട് ടാക്സി ബുക്ക് ചെയ്തു. നമ്മൾ ടെസ്റ്റിലായിരുന്നു ടാക്സി ബുക്ക് ചെയ്തത്. എന്നിട്ട് നമ്മൾ ഹോട്ടലിലോട്ട് പോയി. നമ്മൾ ഫസ്റ്റ് ടൈമായിരുന്നു ടെസ്റ്റിൽ കയറുന്നത് കേട്ടോ. അപ്പോൾ അതും ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്നിട്ട് സെക്കൻഡ് ഡേ അങ്ങനെ അവിടെ തീരുകയാണ്.